മോളെ, കുറേ ദിവസമായി ഞാൻ നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. എന്താണ് അച്ഛാ കാര്യം? മോളെ മോളെ ഒരു വിവാഹം കഴിച്ചു വിട്ടാലോ എന്ന് അച്ഛൻ ആലോചിക്കുകയാണ്. മകൾ പറയുന്നു, അച്ഛാ, ഇത്ര പെട്ടെന്നോ? എനിക്ക് 20 വയസ്സ് കഴിഞ്ഞതേ അല്ലേ ഉള്ളൂ അച്ഛാ. അച്ഛൻ പറയുകയാണ്, എനിക്കറിയാം മോളെ, നീ ഞങ്ങൾക്ക് എന്നും കുഞ്ഞാണ്. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും ഞങ്ങൾക്ക് പ്രായം കൂടി വരികയാണ്. അച്ഛൻ അവൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അവളുടെ കുഞ്ഞു മനസ്സിൽ എല്ലാം അവൾ ഗ്രഹിച്ചു. അങ്ങനെ അച്ഛൻ്റെ വാക്കുകൾക്ക് അവൾ ഒരിക്കലും എതിർപ്പ് നിന്നില്ല. അച്ഛൻ്റെ സന്തോഷമാണ് അച്ഛാ എൻ്റെയും സന്തോഷം എന്ന് പറഞ്ഞു. അങ്ങനെ അവളെ നല്ലൊരു പയ്യനുമായി വിവാഹം നിശ്ചയം നടത്താൻ പോവുകയാണ്. അങ്ങനെ അച്ഛൻ്റെ സന്തോഷത്തിൽ മകൾ പങ്കുചേരുകയാണ്. എൻ്റെ അച്ഛനെ ഞാൻ ഒരിക്കലും വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് മകൾ പറയുന്നത്. അങ്ങനെ ചെറുക്കനും കൂട്ടരും വന്നപ്പോൾ മകൾക്ക് വളരെ സന്തോഷമായി. ഞാൻ മുൻപ് കണ്ടിരുന്ന പയ്യനാണല്ലോ അച്ഛാ. അങ്ങനെ അവർക്ക് മധുരങ്ങൾ കൊടുത്തു, ചായ കൊടുത്തു. അവർ സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങുകയാണ്. മകൾ അച്ഛനോട് പറയുന്നു, അച്ഛാ, ഇത്രയും നല്ലൊരു പ്രപ്പോസൽ അച്ഛനേക്ക് കൊണ്ടുവരുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല കേട്ടോ. എന്തായാലും അച്ഛന് എൻ്റെ കാര്യത്തിൽ നല്ല ഉത്തരവാദിത്തമുണ്ട്, എന്നോട് നല്ല സ്നേഹമുണ്ടെന്നൊക്കെ മകൾ തമാശയ്ക്ക് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഞാൻ വേറെ ആരുടെ കാര്യത്തിലാണ് മോളെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്? അച്ഛൻ എന്നും അച്ഛൻ്റെ പൊന്നു മോളാണ് നീ. അങ്ങനെ പയ്യനും പയ്യൻ്റെ അനുജനും കൂടി അവളുടെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുന്നു. അച്ഛൻ അവരോട് പറഞ്ഞു, ഇത് എന്നും എൻ്റെ ഒരു കുഞ്ഞു വാവയാട്ടോ, ഇവിടെ നിങ്ങൾ നന്നായിട്ട് നോക്കണം. ഇതെല്ലാം കേട്ട് അവൾ പൊട്ടിച്ചിരിക്കുകയാണ്. അച്ഛൻ ഇത്രയും സൂത്രധാരനാണെന്ന് ഇപ്പോഴാണ് അവൾ അറിയുന്നത്. അങ്ങനെ ഒരു ദിവസം അവളെ ആ പയ്യൻ്റെ കൈകളിലേക്ക് അച്ഛൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അച്ഛൻ്റെ എന്തോ ഒരു ബാധ്യതകൾ കഴിഞ്ഞതുപോലെ അച്ഛന് ഫീൽ ചെയ്യുന്നു. പക്ഷേ അച്ഛൻ്റെ മനസ്സിൽ ഇപ്പോഴും എന്തോ ഇതെവിടെയോ ശരിയാകാത്തതുപോലെ ഒരു തോന്നൽ. എന്നിരുന്നാലും അവന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇപ്പോഴും അച്ഛൻ്റെ മനസ്സിലൊരു വിഷമമുണ്ട്. പക്ഷേ അവൻ നല്ലൊരു പയ്യനാണെന്നാണ് അച്ഛൻ ഇപ്പോഴും ധരിച്ചിരിക്കുന്നത്. അതങ്ങനെ തന്നെയാണ് താനും. അവൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട നല്ലൊരു പയ്യൻ്റെ കൂടെയാണ് അവൾ പോകുന്നത്. അച്ഛന് സന്തോഷമായി. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. അവൾ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവരെ തേടി ആ ദുഃഖവാർത്തയെത്തി. ദുഃഖമെന്നും പറയേണ്ട, സന്തോഷമാണ്. എന്നിരുന്നാൽ പോലും അവൾക്കൊരു ദുഃഖമാണ്. അവളുടെ ഭർത്താവിന് വിദേശത്തേക്ക് പോകാനുള്ള ജോബ് ഓഫർ വന്നിരിക്കുന്നു. സന്തോഷ നിമിഷങ്ങൾ കുറഞ്ഞു വരുന്നു, സങ്കടങ്ങൾ ഏറി വരുന്നു. എന്നാലും അവൻ കിട്ടുന്ന സമയം മുഴുവൻ തൻ്റെ ഭാര്യയുമൊത്ത് സന്തോഷ നിമിഷങ്ങൾ പങ്കിടാൻ മറക്കാറില്ലായിരുന്നു. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു പോകുമ്പോൾ ദിവസങ്ങൾ കടന്നുപോയി. അവന് പോകേണ്ട സമയമായി. അവൾ ഓരോ സമയവും വിങ്ങിപ്പൊട്ടി കരയുകയാണ്. അങ്ങനെ തൻ്റെ ഭർത്താവിനെ യാത്രയാക്കുവാൻ വേണ്ടി അവൾ പോയി. രണ്ടുപേർക്കും പിരിയുന്നതിൻ്റെ നല്ല മനോവിഷമമുണ്ട്. ഒരുപാട് ദൂരം വിദേശത്തേക്ക് ജോലിക്ക് പോവുകയാണ് തൻ്റെ ഭാര്യയെയും വിട്ട്. എങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി എന്ന് രണ്ടുപേർക്കും അറിയില്ല. രണ്ടുപേരുടെയും സ്നേഹം കൂടുകയാണ്. പറ്റുമെങ്കിൽ നിന്നെ ഞാൻ കൊണ്ടുപോകുമെന്ന് ഭർത്താവ് അവളോട് പറയുന്നു. അത് കേട്ടപ്പോൾ അവളുടെ മനസ്സ് വല്ലാതെ സന്തോഷിച്ചു. ഇനി അവൾക്ക് ആരുമില്ല. വീട്ടിൽ ഭർത്താവിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ജീവിക്കണം അവളിനി. ഇനി അങ്ങോട്ട് അവളുടെ ജീവിതം അവരും ഒപ്പമാണ്. ഇനി ഒരു ഫോൺ കോളുകൾ മാത്രമേ ഉള്ളൂ. അവളെന്നും അവളുടെ ഭർത്താവിനെ ഓർത്ത് കരയുന്നു. ഓരോ ദിവസവും കരയുന്നു. 1.5 വർഷമേ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടായിട്ടുള്ളൂ. എങ്കിൽ പോലും അദ്ദേഹം എനിക്ക് തന്ന സന്തോഷ നിമിഷങ്ങൾ എൻ്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നു. അമ്മ ഓരോ ദിവസവും എന്നോട് ഓരോ കുത്തുവാക്കുകളായി പറയാൻ തുടങ്ങുന്നു. എനിക്ക് അമ്മയും ഒത്ത് ജീവിച്ചു പോകാൻ ആവുന്നില്ല. അമ്മ എന്നോടൊരു വാക്ക് പറയുന്നു, എൻ്റെ ഭർത്താവിനോട് മറ്റൊരു വാക്ക് പറയുന്നു. എനിക്കറിയില്ല എന്താണ് സത്യം, എന്താണ് ശരിയെന്ന്. അമ്മ ഞാൻ നോക്കുമ്പോൾ എന്നോട് നല്ലത് പറയുന്നു. എൻ്റെ ഭർത്താവിനെ വിളിച്ചിട്ട് അവളൊന്നും ചെയ്യുന്നില്ല. അവൾ അങ്ങനെ ഭക്ഷണമുണ്ടാക്കി, ഇങ്ങനെ ഭക്ഷണമുണ്ടാക്കി. ഓരോ ദിവസവും ഞാൻ സഹിച്ച് മുന്നോട്ട് പോകുന്നു. എൻ്റെ അച്ഛൻ എന്നെ നല്ലൊരു ജീവിതത്തിലേക്ക് കൈപിടിച്ച് വിട്ടതാണ്. എൻ്റെ ഭർത്താവ് അത്രയും നല്ലൊരു വ്യക്തിയാണ്. എനിക്കിനി ഇവിടെ ജീവിക്കാൻ കഴിയില്ല. ഞാൻ പോവുകയാണ്. ഞാൻ അങ്ങനെ എൻ്റെ ബാഗ് എടുത്ത് എൻ്റെ വീട്ടിൽ നിന്ന്
ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നെ അവിടെ കാത്തു നിൽക്കാൻ എൻ്റെ അച്ഛനും അമ്മയുമുണ്ട്. അതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ അഹങ്കാരം. എനിക്കവിടെ നിൽക്കാൻ കഴിയുന്നില്ല. ഭർത്താവിൻ്റെ അമ്മ ഭർത്താവിനെ വിളിച്ചിട്ട് അതും ഇതൊക്കെ പറഞ്ഞു. ഞാൻ പോവുകയാണ്. ചേട്ടൻ്റെ ഭാര്യ എന്നോട് കുറേ പറഞ്ഞു, നിൽക്കൂ, നീ പോവരുത്, നിനക്ക് ഒരു ജീവിതമേ ഉള്ളൂ, നിൽക്കൂ, ഇത് നാശത്തിലേക്കുള്ളതാണെന്ന്. പക്ഷെ ഞാൻ എന്നാലും അവരെയും ധിക്കരിച്ച് ഇറങ്ങി. എനിക്ക് എൻ്റെ ഭർത്താവിനെ ഒരു നിമിഷം കൂടി ഓർക്കാൻ കഴിഞ്ഞില്ല. കാരണം എൻ്റെ വിഷമങ്ങൾ മാത്രമായിരുന്നു എന്നും എൻ്റെ കൂടെ. ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നിട്ട് എൻ്റെ അച്ഛനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഏക ഒരു മകളാണ് ഞാൻ. അച്ഛൻ അത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അങ്ങനെ ഓരോ ദിവസവും എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും കണ്ട് അച്ഛൻ ഉരുകി ഉരുകി തീരുകയാണ്. എന്ത് ചെയ്യണം, എന്തെന്നോട് പറയണമെന്ന് അച്ഛനും അറിയില്ല, അമ്മയ്ക്കും അറിയില്ല. അമ്മ എന്നെ കുറേ ആശ്വസിപ്പിച്ചു, അച്ഛനും ആശ്വസിപ്പിച്ചു. അമ്മ പറഞ്ഞു, മോളെ, ഒരു ജീവിതമേ ഉള്ളൂ, അത് നശിപ്പിക്കരുത്, നീ എങ്ങനെയെങ്കിലും അവിടെ പോയി നിൽക്കണം. പക്ഷെ എന്നെക്കൊണ്ട് അതിന് കഴിഞ്ഞില്ല. അച്ഛൻ പറഞ്ഞു, നിനക്ക് പറ്റില്ലെങ്കിൽ നീ പോവണ്ട, ആരുടെ നിർബന്ധപ്രകാരമുള്ളതല്ല ജീവിതം. അങ്ങനെ പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടാൻ തീരുമാനിച്ചു. എൻ്റെ വിഷമം കണ്ട് എപ്പോഴും അച്ഛനും അമ്മയും എന്നെ സമാധാനിപ്പിക്കാൻ എൻ്റെ അടുക്കൽ വരും. എന്നിരുന്നാൽ പോലും എൻ്റെ മനസ്സിൽ എൻ്റെ ഭർത്താവുണ്ട്, എൻ്റെ വയറ്റിലുള്ള എൻ്റെ കുഞ്ഞുണ്ട്. എല്ലാം ഓർത്ത് എനിക്ക് എന്നും എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് സങ്കടം. ഞാൻ എന്നും എൻ്റെ ഭർത്താവിനെ വിളിക്കും. പുള്ളിക്കാരൻ എന്നോട് പറയും അങ്ങോട്ട് വന്ന്. പക്ഷേ എനിക്ക് അവിടുത്തെ ഓരോ നിമിഷങ്ങളും ഓർത്ത് സങ്കടപ്പെടുകയും വിഷമിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ലെന്ന് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു. അദ്ദേഹം എന്നെ നിർബന്ധിച്ചില്ല, നീ പോവണ്ട, നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നീ പോവണ്ട, നിൻ്റെയാണ് ജീവിതം. പക്ഷേ എന്നാലും അയാൾ എന്നെ ഒഴിവാക്കണമെന്നൊന്നുമല്ല പറഞ്ഞത്. ഞാൻ വന്നിട്ട് നമ്മൾക്ക് നല്ലൊരു വീടെടുത്ത് വേറെ താമസിക്കാമെന്നാണ് അയാൾ പറഞ്ഞത്. ഇതെല്ലാം കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. സന്തോഷ കണ്ണീർ പിടിച്ചു നിർത്താൻ എന്നെക്കൊണ്ട് കഴിഞ്ഞില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. എൻ്റെ മകൾക്ക് 3 വയസ്സായി. ഞങ്ങളെ അന്വേഷിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ആരും വരുന്നില്ല, ആരും കാണാൻ വരുന്നില്ല. എൻ്റെ അച്ഛന് വാശിയായി. അച്ഛൻ എന്നെ വേറൊരു ജീവിതത്തിലേക്ക് ഓരോ നിമിഷവും നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ പറയുന്നു, മകളെ, നിനക്കൊരു പെൺകുട്ടിയാണുള്ളത്. അച്ഛന് എന്നെ ഓർത്ത് വിഷമം പോലെ തന്നെ എൻ്റെ കുഞ്ഞിനെയും ഓർത്ത് ഓരോ നിമിഷവും വിഷമങ്ങളാണ്. അവൾ വളർന്നു വരികയാണ് മോളെ. എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും ഉപേക്ഷിക്കാൻ കഴിയില്ല. നമുക്ക് ജീവിക്കാൻ വേറൊരു മാർഗമില്ല. അങ്ങനെ അച്ഛൻ്റെ നിർബന്ധപ്രകാരം ഞാൻ വേറൊരു വിവാഹത്തിന് തയ്യാറായി. എന്നെയും എൻ്റെ മകളെയും ഏറ്റെടുക്കാൻ വേറൊരാൾ വരികയാണ്. അച്ഛനോട് കരഞ്ഞു പറഞ്ഞതിനെ തുടർന്നാണ് ഞാൻ ഇപ്പോൾ ഇത് സമ്മതിക്കാൻ പോകുന്നത്. എൻ്റെ ഭർത്താവ് എന്നെ വിളി നിർത്തി എന്നോട് സംസാരം കുറച്ചു. ഇതൊക്കെ എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. അന്നേരം അദ്ദേഹത്തിനോടുള്ള ദേഷ്യപ്രകാരം അച്ഛൻ പറഞ്ഞത് ഞാൻ അങ്ങ് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ എന്നാലും ഞാൻ ഒന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു, എൻ്റെ കുട്ടിയുടെ അച്ഛനാണ് അദ്ദേഹമെന്ന്. പക്ഷേ അച്ഛൻ എന്നെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നും അയാളുടെ നല്ലൊരു ഭാര്യയായി തുടരുമായിരുന്നു. അച്ഛന് എന്നെയും എൻ്റെ മകളെയും ഓർത്തുള്ള വിഷമം കൂടുതൽ കാരണമാണ് ഇപ്പോൾ ഞാൻ വേറൊരു വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നത്. അച്ഛൻ ഓരോ നിമിഷവും ഞങ്ങളെ ഓർത്ത് ഉരുകുകയാണെന്നാണ് അച്ഛൻ പറഞ്ഞത്. എൻ്റെ ജീവിതമോ ഇങ്ങനെയായി. എൻ്റെ മകളുടെ ജീവിതം, അവളുടെ വിദ്യാഭ്യാസം, അവളുടെ ബാക്കി കാര്യങ്ങളെല്ലാം ഇനിയും ഇങ്ങനെ തന്നെ ആകരുത് എന്നാണ് അച്ഛൻ പറയുന്നത്. ഒരിക്കൽ അത് സംഭവിച്ചു. എന്നെ വേറൊരു വിവാഹം ചെയ്തു കൊടുത്തു. എൻ്റെ മകൾക്ക് ഒരു 2ാം അച്ഛനുണ്ടായി. എൻ്റെ മനസ്സിൽ ഒട്ടും സന്തോഷം വന്നില്ല. കാരണം എൻ്റെ മനസ്സിൽ മുഴുവനും എൻ്റെ ആദ്യ ഭർത്താവാണ്. പക്ഷേ എന്നാലും ഞാൻ ഇദ്ദേഹത്തിനെ ഭർത്താവായി സ്വീകരിച്ചല്ലേ പറ്റൂ. എൻ്റെ കഴുത്തിൽ ഇയാൾ താലി കെട്ടിയതല്ലേ. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഗൾഫിലേക്ക് ഒരു കത്ത് ചെന്നു എൻ്റെ ഭർത്താവിന്. ഞാൻ വേറെ വിവാഹിതയായെന്ന് ആരോ അയച്ചു കൊടുത്തു. അങ്ങനെ എൻ്റെ ഭർത്താവ് വളരെ ദുഃഖത്തിൽ, വളരെ വിഷമത്തിൽ ആണ്ട് ജീവിക്കുകയാണ്. ആരോ എൻ്റെ ഭർത്താവിന് ഒരു ഫോട്ടോയും കൊടുത്തു. എൻ്റെ ഫോട്ടോ. അത് നെഞ്ചോട് ചേർത്ത് കരയുകയാണ്. എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തുവെന്ന് അദ്ദേഹത്തിന് അറിയില്ല. എൻ്റെ ഒരു നിമിഷത്തെ ഒരു ദുഷ്ടബുദ്ധിയാണ് ഇന്ന് അദ്ദേഹത്തിന് സംഭവിച്ചത്. ഒരിക്കൽ അയാൾ ഇങ്ങോട്ട് കോൾ ചെയ്തപ്പോൾ എൻ്റെ 2ാമത്തെ ഭർത്താവാണ് ഫോൺ എടുത്തത്.
അയാൾ ഒരുപാട് ദേഷ്യപ്പെട്ട് എൻ്റെ ഭർത്താവിനോട് സംസാരിച്ചു. നിങ്ങൾ എന്തിനെൻ്റെ ഭാര്യയെ ഇപ്പോൾ വിളിക്കുന്നു? ഇവളിപ്പോൾ എൻ്റെ ഭാര്യയാണ്. നിങ്ങളുടെ ഭാര്യ ആദ്യം. ഇപ്പോൾ ഇവൾ എൻ്റെ ഭാര്യയാണ്. വീണ്ടും വീണ്ടും എനിക്കൊന്ന് സംസാരിക്കാൻ പോലും എൻ്റെ രണ്ടാമത്തെ ഭർത്താവ് ഇടം തരുന്നില്ല. എനിക്കൊന്ന് പറയാൻ പോലും ഇടം തരുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. എന്ന് അദ്ദേഹം എന്നെ വിളിച്ചാലും എനിക്ക് സംസാരിക്കാനോ എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ പറയുവാനോ എനിക്കൊരു അവസരം തരുന്നില്ല. ഞാൻ അപേക്ഷിച്ചു. അങ്ങനെ ഒരു ദിവസം ഞാൻ ന്യൂസ് കാണുമ്പോൾ ഞാൻ ആ കഥ കേട്ടു. അത് ഞാൻ അറിഞ്ഞു, എൻ്റെ ഭർത്താവ് മരണപ്പെട്ടുവെന്ന്. എന്നെയും എൻ്റെ മോളെയും തനിച്ചാക്കി അദ്ദേഹം പോയി. എനിക്ക് കരയുവാനല്ലാണ്ട് എനിക്ക് മറ്റൊന്നും വഴിയില്ല. എൻ്റെ അച്ഛൻ്റെ നിർബന്ധപ്രകാരം ഞാൻ വേറെ വിവാഹം കഴിച്ചു. വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയി. എനിക്കെല്ലാം നഷ്ടമായി. ഇപ്പോൾ ഞാനിപ്പോൾ ആർക്ക് വേണ്ടി ജീവിക്കുന്നു? ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കുന്നു? എൻ്റെ മകൾക്ക് ആരുമില്ലാണ്ടായി. എനിക്കിനി പൊട്ടിക്കരയുവാനല്ലാണ്ട് വേറെ ഒരു നിവൃത്തിയുമില്ല. ഞാൻ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി ഓരോ ദിവസവും ജീവിച്ചു പോവുകയായിരുന്നു. അച്ഛനോട് ചെന്ന് പറയണ്ടായിരുന്നു എൻ്റെ വിഷമങ്ങൾ. അച്ഛനോട് പറഞ്ഞതാണ് ഇപ്പോൾ എനിക്കുണ്ടായ ഏറ്റവും വലിയ അബദ്ധം. അദ്ദേഹം എന്ത് പിഴച്ചിട്ടാണ് ഞാൻ അങ്ങനെ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ചെന്നുപെട്ടു. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ, അദ്ദേഹം പോയി. അച്ഛനത് ചിന്തിക്കുന്നതിലും അപ്പുറമായിരുന്നു. അച്ഛൻ പറഞ്ഞു, മകളെ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ പാടില്ലായിരുന്നു. നിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി ഞാൻ നിന്നെ തിരിച്ചു വിടണമായിരുന്നു. ഞാൻ അച്ഛനോട് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. അച്ഛൻ നശിപ്പിച്ചു. അച്ഛനാണ് എൻ്റെ ഭർത്താവിനെ കൊന്നത്. അത് അച്ഛന് താങ്ങുന്നതിലും അപ്പുറമായിരുന്നു. എൻ്റെ ജീവിതം ഇതോടുകൂടി അവസാനിച്ചു. അദ്ദേഹവും